നമുക്ക് ആരിഫ് തന്നെ പ്രശാന്ത് അദ്ദേഹം തന്നെ നമ്മുടെ സിറ്റിംഗ് MP തന്നെ നടന്നു വരുന്നു. അദ്ദേഹം ട്രാക്സിലാണ് നടക്കാനുള്ള ഒരു പരിപാടിയാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം നല്ല വെയിലുണ്ട്. രാവിലെ ട്രാക്ക് ഷൂട്ടിലൊക്കെ ആണല്ലോ രാവിലെ അല്ലേ? ട്രാക്ക് ഷൂട്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മൂർധന്യാവസ്ഥയിലെത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഇപ്പൊ സമയം കിട്ടുന്നില്ല, ഇപ്പോ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ട്രാക്ക് ഷൂട്ട് അതിന്റെ 100 ഇരട്ടി നടക്കുന്നുണ്ടല്ലോ. എക്സസൈസ് വേറെ വേണ്ട, ഇപ്പൊ വേണ്ട. നല്ല ക്ഷീണമുണ്ട്. പറഞ്ഞാല് 3 ദിവസമായിട്ട് 2 മണിയാകുമ്പോഴാണ് ഉറങ്ങുന്നത്. പിന്നെ അതിന്റെ പുറത്ത് നോമ്പും പിന്നെ ഈ ചൂടും എല്ലാം കൂടി ഒരു ഈ ചൂട് യഥാർത്ഥത്തില് പ്രചരണ രംഗത്ത് വലിയ സ്ഥാനാർത്ഥിക്ക് ഒട്ടും പ്രവർത്തകർക്ക് വേണേൽ ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കാം. പക്ഷെ സ്ഥാനാർത്ഥിക്ക് മാറാനേ കഴിയില്ലല്ലോ. മാറാനേ പറ്റത്തില്ല. കാര്യം ഇപ്പൊ ഇന്നലെ ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരിടത്ത് ചെന്നപ്പോഴത്തേക്ക് കുതിരയെ കൊണ്ടുവന്ന് അതിനകത്ത് തന്നെ കയറ്റി. പിന്നെ അത് അന്നേരം കയറിയപ്പോ അറിഞ്ഞില്ല, പക്ഷെ ഇറങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു നടുവിന്റെ. അതുപോലെ തന്നെ രാവിലെ ഒരു 8 മണിയായപ്പോ കയറിയതാ ഇതിന്റെ ഓപ്പൺ ജീപ്പിന്റെ പുറത്ത്. ഇന്നലെ ഫൈനൽ കേന്ദ്രത്തിലെത്തുമ്പോൾ 12:30 മിനിഞ്ഞാന്നും 12:30. കാര്യം 10 മണി കഴിഞ്ഞ് പറ്റത്തില്ലല്ലോ. പക്ഷെ എന്നാലും പ്രവർത്തകർ കാത്തിരിക്കുന്നു. ഒരു 300-400 പേര് രാത്രി 12 മണി വരെ കാത്തിരിക്കും. നമ്മളെന്ത് ചെയ്യും? ചെല്ലാതിരിക്കാൻ പറ്റുമോ? MP ആകാൻ ചിലരെ കഷ്ടപ്പാടൊന്നും അല്ലല്ലേ? MP ആവണമെങ്കിൽ കുറെ കഷ്ടപ്പെടണം, അല്ലാതെ വെറുതെ ഒന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ നമുക്കിപ്പോ BP ഇതൊക്കെ സാധാരണ എല്ലാവർക്കും വരുന്നതാണ്. പക്ഷേ ഈ സിൻസിയറായി പ്രവർത്തിക്കുന്ന പൊളിറ്റീഷ്യൻസൊക്കെ ഈ BP കൂടും. ഇപ്പൊ ഞാൻ 3 നേരം മരുന്ന് കഴിക്കുന്നുണ്ട്. വെച്ചാൽ എന്തൊരു ടെൻഷൻ. രാവിലെ അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്താല് ചിലർ വളരെ കൂളായിട്ട് എന്നോട് ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഉപദേശിച്ചിട്ടുണ്ട്, ഇതൊന്നും മൈൻഡരുത്. ഏതാ ഇങ്ങനെ അതൊരു വഴിക്ക് കിടക്കും. രാവിലെ എഴുന്നേറ്റാൽ ഫോൺ എടുത്താൽ അപ്പോഴേ ലോൺ ബാങ്ക് കുടിശ്ശിക 2 ലക്ഷം 3 ലക്ഷം. MP-ക്ക് അതല്ല, നമ്മൾ എവിടെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാനായി പറയുന്നത്. ഏതാ ആളുകൾ വിളിക്കുന്നത്. പിന്നെ വീട് ഈ ഇങ്ങനെയുള്ള പരാധീനതകളാണ് ദിവസവും രാവിലെ കേൾക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ മുഴുവൻ ഇതും പോകും. കാര്യം ഇന്നത്തെ വർക്ക് മുഴുവൻ അവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ആരെങ്കിലും ഒരാളെ ലോണൊക്കെ കുടിശ്ശിക കൊടുക്കുന്ന പറഞ്ഞാൽ ആരും കൊടുക്കത്തില്ല ഇന്നത്തെ കാലത്ത്. ഇപ്പൊ വീട് വെക്കുന്നതൊക്കെ ആണെങ്കിൽ സന്നദ്ധ സംഘടനകളോട് പറഞ്ഞാൽ അവർ ചെയ്യും. പക്ഷെ വായ്പ കുടിശ്ശിക തീർക്കണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ എല്ലാവരും കടമെടുത്തിട്ടില്ല ചെയ്യുന്നത്. ആരും കൊടുക്കുക. എങ്ങനെയുണ്ട് രാഷ്ട്രീയ കാലാവസ്ഥ? രാഷ്ട്രീയ കാലാവസ്ഥ എനിക്ക് 101% ആത്മവിശ്വാസം ഇവിടെ ഉണ്ട്. കാര്യം എനിക്ക് പൾസറിയാം. ഗൗരവമായിട്ട് ഞാൻ മത്സരിക്കുന്ന സമയത്ത് എന്നോട് എല്ലാവരും ചോദിച്ചു, ഗൗരവമായിട്ട് മത്സരിച്ച് ജയിക്കാൻ പോകണം, ഒന്നും നടക്കുന്ന കാര്യമില്ല, വെറുതെ അമിതമായി സ്വപ്നം കാണരുത് എന്നൊക്കെ പലരും ഉപദേശിക്കുന്ന പോലും ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായി ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞ് ഇത്ര വോട്ട് ജയിക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അതുപോലെ തന്നെ 3ാമത് ഞാൻ മത്സരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ ഒരു പ്രമുഖ പത്രം ഭാര്യയോട് അവർ സമ്മാനം വെച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യയെടുത്ത് എല്ലാ ഭാര്യമാരോടും ചോദിച്ചു, എൻ്റെ കയ്യിൽ മാത്രമല്ല എത്ര വോട്ട് ജയിക്കും, ഒരു സമ്മാനമാണ്. അപ്പോൾ അവളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു എത്ര പറയണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു അത്രയൊക്കെ പറയണം. അത്രയൊക്കെ പറയണം, നമുക്ക് ഇച്ചിരി കുറച്ച് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു നീ പറ, ധൈര്യമായിട്ട് പറയാന്ന് പറഞ്ഞു. കൃത്യമായിട്ട് 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ചു. ഏതാ കണക്കൊന്നും തെറ്റിയിട്ടില്ല. അപ്പോൾ ഏത് ഇലക്ഷനിൽ ഞാൻ മത്സരിക്കാൻ ശ്രമിക്കുമ്പോഴും എനിക്കൊരു കണക്കുണ്ട്. ഈ ന്യൂസ് 18ന്റെ ഒരു പ്രവചന മത്സരമുണ്ട് ഇത്തവണ, എത്ര വോട്ടിന് ജയിക്കും? എന്തായാലും ഞാൻ കണക്കൊന്നും പറയുന്നില്ല. കഴിഞ്ഞ തവണത്തിന്റെ ഒരു 3-4 ഇരട്ടി ഏറ്റവും ചുരുങ്ങിയത് വരും. അതായത് കഴിഞ്ഞ തവണ 10,000. അപ്പൊ ഒരു 40,000 വോട്ട്. 40,000 അല്ല, അത് കൂടുതൽ 50,000 മുകളിൽ പോകും. ചിലപ്പോൾ അതിലും കൂടും. യാതൊരു സംശയമില്ല. 1,00,000 മേളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തന്നെ മിനിമം. വീട്ടിൽ നിന്ന് കണക്കൂട്ടുന്ന ആൾക്കാരായിട്ട് ഒരു കഴിഞ്ഞ പ്രാവശ്യം കണക്കൂട്ടുന്നത്. ചേച്ചി പിന്നെ ആരിഫിക്കെ പറയുന്ന പോലെ അത്ര കയറ്റി പിടിക്കത്തൊന്നുമില്ല. ചേച്ചി എല്ലാം താഴ്ത്തി പിടിക്കുന്ന ആളാണ്. പക്ഷെ ഇവര് വീട്ടിൽ ഇരുന്ന് കണക്കൂട്ടി ഇവരുടെ കണക്ക് മിക്കവാറും ശരിയാവുന്ന ആൾക്കാരാണ് കേട്ടോ. അല്ല, നമുക്ക് ഈ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോ എന്റെ പൾസ് മനസ്സിലാക്കാൻ പറ്റും. കാര്യം അവർക്ക് നമ്മൾ ലൈവായിട്ടുണ്ടായിരുന്നല്ലോ, വെറുതെ കള്ളതരം പറയുമല്ലോ. ആലപ്പുഴ ജനിച്ചു, ജീവിച്ചു, വളർന്നു. ആലപ്പുഴക്കാരനെ എപ്പോഴും ഇപ്പൊ ഞാൻ വന്നു എന്റെ സ്വന്തം വണ്ടി ഞാൻ ഓടിച്ചാ വന്ന് സൈക്കിളെ ഓട്ടി നടന്നു, മീൻ മാർക്കറ്റിൽ പോയി. ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് സാധനം മേടിക്കാൻ വന്നല്ലേ ഞാൻ പോണല്ലേ. ഭാര്യ വേറെ ആരും ഇല്ല, മക്കൾ രണ്ടുപേരും ഇല്ല. അപ്പം വേറെ ആരെങ്കിലും ഇപ്പോ എന്റെ എതിർ സ്ഥാനാർത്ഥിയാണ് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കുന്നെങ്കിൽ അത് ഫേസ്ബുക്ക് വാർത്തയാ. എന്നെ സംബന്ധിച്ചിടത്തോളം വാർത്തയില്ല.
അല്ല, ഇവര് ഡ്രൈവ് ചെയ്ത് തന്നെ എല്ലാ സ്ഥലത്തും പോകുന്നത്. അതാണ് ഇതിനകത്ത് വൈകുന്നേരം കാപ്പ് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് എല്ലാ സ്ഥലത്തും പോകുന്നത്. പിന്നെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ എല്ലാ പോസ്റ്ററും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരിഫിക്കയുടെ പോസ്റ്റർ എല്ലാം ഇതിനകത്ത് സ്വന്തമായിട്ട് എല്ലാം ഡിസൈൻ ചെയ്യിക്കുന്ന എല്ലാം. ഇതിനു മുമ്പ് സുരേഷ് കുറുപ്പിന്റെ പോസ്റ്ററാണ് കേരളത്തിൽ വളരെ ചർച്ചയായ ഒരു പോസ്റ്റർ. സുരേഷ് കുറുപ്പിന്റെ പോസ്റ്റർ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ രീതിയും മാറ്റിമറിച്ചുകൊണ്ടുള്ള ആയിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞങ്ങൾ കുറെ സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ച്, പക്ഷേ പോസ്റ്റർ ഡിസൈനിങ്ങിൽ ഈ ആളുകൾ കണ്ണൂർ പോയി, വടകര പോയി, തൃശ്ശൂർ പോയി, പക്ഷെ പോസ്റ്റർ ഇത്ര മനോഹരമായിട്ട് ഇപ്പം പോസ്റ്റർ വീക്ക്നെസ് ആയി. ഇപ്പൊ പറഞ്ഞില്ലേ 12:30 മണിക്കാ വന്നതെന്ന്. നാളെ ഒരു പോസ്റ്റർ എടുക്കാൻ റിലീസ് ചെയ്യാനുണ്ടെങ്കിൽ 12:30 ആ പോസ്റ്റർ നോക്കരുത്. അതെ, നോക്കുന്നു. കാര്യം വെച്ചാല് കഴിഞ്ഞ വർഷത്തെ എന്റെ പോസ്റ്റർ ആണ് 1650 എൻട്രികളിൽ ബാത്ര അവാർഡ് ഓൾ ഓവർ ഇന്ത്യ നമ്പർ 1 ആയിട്ട് എന്റെ പോസ്റ്ററാണ് തിരഞ്ഞെടുത്തത് ഡിസൈനിൽ. അപ്പോൾ അതിന് മുമ്പും അത് തന്നെ കിട്ടി. അതിന് MLA ആയിരുന്നപ്പോൾ മത്സരിച്ചപ്പോഴും ഒന്നാം നമ്പർ പോസ്റ്റർ എന്തായിരുന്നു. പോസ്റ്റ് എനിക്ക് ചെറുപ്പം മുതലേ ഒരു വീക്ക്നെസ് ഉണ്ട്. ഒന്ന് ഈ ചിത്രം വരയ്ക്കും, കാലിയോഗ്രാഫി നിങ്ങൾ എഴുതി തന്നെ ഞാനിപ്പോൾ കാണിച്ചുതരാം. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കാര്യം ചില അക്ഷരങ്ങൾ ഇങ്ങനെ മനോഹരമായി ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതുന്നത് അതിങ്ങനെ ഒരു ആർട്ടാണത്. കാലിയോഗ്രാഫി നമ്മുടെ അതന്നെ ചെറുപ്പം പോലെ എന്നെ കൊണ്ടാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് എല്ലാം ടീച്ചേഴ്സൊക്കെ എഴുതിപ്പിക്കുന്നത്. അപ്പോൾ അത്